ഇന്നത്തെ ടോപ്പിക് നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മളുടെ ബോഡിക്ക് എന്തൊക്കെ സംഭവിക്കാമെന്ന് ഒരു എക്സ്പ്ലനേഷനാണ്. നമ്മുടെ ശരീരം നടക്കാനും നിൽക്കാനും ഉണ്ടാക്കിയിട്ടുള്ള ഇരിക്കാനല്ല. ഇത് രണ്ട് പാർട്ടായിട്ടാണ്. ആദ്യം നമ്മളുടെ ലോവർ ബോഡീനെ പറ്റിയും കാലിനെ പറ്റിയും പിന്നെ നമ്മൾ അപ്പർ ബോഡീനെ പറ്റിയും. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ആങ്കിൾ ജോയിൻറ്റ്, മുട്ടും ഹിപ്പ് ജോയിൻറ്റും മടങ്ങും. ഇത് മടങ്ങാൻ പാടില്ല. എസ്പെഷ്യലി നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റും നീ ജോയിൻറ്റും അത് നേരെ നിൽക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മളുടെ കാഫ് മസിൽസ്, അത് കാലിൻ്റെ മസിൽസും മുട്ടിന് ചുറ്റുമുള്ള മസിൽസും പിന്നെ നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റ് മസിൽസും ചുരുങ്ങിപ്പോവും, ടൈറ്റാവും. ഇത് ടൈറ്റ് ആവാൻ പാടില്ല. ഇവരുടെ മെയിൻ ഫങ്ഷൻ തന്നെ സ്ട്രെയിറ്റായി കിട്ടാനാണ്. സോ സ്ട്രെയിറ്റായ മസിൽ ടൈറ്റായാൽ എന്താ പറ്റുക? അത് എല്ലിനെ ബാധിക്കാൻ തുടങ്ങും. അതായത് എല്ലിൻ്റെ ജോയിൻറ്റ്സിൻ്റെ ഇടയിൽ ലോഡിങ് കൂടും. സോ മുൻവശത്തെ മസിൽസ് ടൈറ്റ് ആവും, ബാക്ക് വശത്തെ മസിൽസ് ലൂസ് ആവുമ്പോൾ നമ്മളുടെ നട്ടലും നമ്മളുടെ സേക്രം, അതായത് ഇടുപ്പിൻ്റെ എല്ലിൻ്റെ ഇടയിൽ ഒരു എല്ലുണ്ട്, അതിൻ്റെ ഇടയിൽ ജോയിൻറ്റ് ഇംബാലൻസ് വരും. ജോയിൻറ്റ് ഇംബാലൻസ് വരുമ്പോൾ എന്താ പറ്റുക? അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റും. നട്ടലിൻ്റെ ഇടയിൽ അലൈൻമെൻറ്റ് തെറ്റിയാൽ എന്താ പറ്റുക? ഡിസ്ക് തെറ്റും. ഡിസ്ക് തെറ്റിയാൽ അത് ഞരമ്പിൽ ബാധിക്കും. ഞരമ്പ് മാത്രമല്ല, ചുറ്റുമുള്ള മസിൽസ് വീക്കാവാൻ തുടങ്ങും. അതാണ് ഈ ബാക്ക് പെയിൻ്റെ കാരണം. ഓക്കെ, സോ നമുക്കിപ്പോൾ അപ്പർ ബോഡിയിലേക്ക് പോവാം. സെയിം പ്രിൻസിപ്പിൾ. നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മളുടെ രണ്ട് ഷോൾഡർ ഇങ്ങനെ മുമ്പിലേക്ക് പോവും. സോ മുൻവശത്തെ മസിൽസ് ടൈറ്റാവും, ബാക്കിലത്തെ അതായത് നമ്മുടെ നെഞ്ചിൻ്റെ ബാക്ക് മസിൽസ് ലൂസാവും. അങ്ങനെ ലൂസാവുമ്പോൾ നമ്മളെ കഴുത്ത് ഇങ്ങനെ മുമ്പിലേക്ക് പോവും. സോ അത് നെക്ക് പെയിൻ വരും, ഷോൾഡർ പെയിൻ വരും. നമ്മളുടെ ബാക്കിൻ്റെ എല്ല് പോലെ ഒരു നട്ടില്ല, നമ്മൾ തൊറാസിക് സ്പൈൻ എന്ന് പറയും, അത് വളയാൻ തുടങ്ങും. സോ അത് വളയുമ്പോൾ എന്താ പറ്റുക? നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മസിൽസ് ലൂസാവാൻ തുടങ്ങും. ലൂസായാൽ നമ്മളെ കഴുത്ത് മുമ്പിലേക്ക് പോവും. കഴുത്ത് മുമ്പിലേക്ക് പോയാൽ എന്താ പറ്റുക? ഇവിടുത്തെ ഡിസ്കും പ്രശ്നം വരാൻ തുടങ്ങും. കൈയിലേക്ക് ഇങ്ങനെ തരിപ്പ് വരാൻ തുടങ്ങും. അപ്പർ ബാക്ക് പെയിനും വരാൻ തുടങ്ങും. നമുക്കിപ്പോൾ എങ്ങനെ ഇരിക്കുന്ന രീതി നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ നീ ജോയിൻറ്റ് 90 ഡിഗ്രി ആവണം. നമ്മൾ ചെയറും മുട്ടും തമ്മിൽ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം. നമ്മളുടെ ചെയറുടെ അറ്റം മുട്ടിൻ്റെ തൊട്ടാൽ ആ ചെയറിൻ്റെ സൈസ് കറക്റ്റ് അല്ല. സെക്കൻഡ് പോയിൻറ്റ്, നമ്മളുടെ എൽബോ 90 ഡിഗ്രീസ് ആവണം. മുട്ടിൻ്റെ പൊസിഷൻ മാറിയാൽ ഷോൾഡറിൻ്റെ മുകളിൽ ലോഡിങ് വരും. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഇരിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മുട്ട് ഓവറായിട്ട് മടങ്ങാൻ പാടില്ല, ഓവറായിട്ട് സ്ട്രെയിറ്റ് ആവാനും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90 ഡിഗ്രി ആവണം. പിന്നെ നമ്മുടെ പാദവും ഫ്ലോർ തമ്മിലും 90 ഡിഗ്രി ആവണം. സീറ്റിൻ്റെ ഹൈറ്റ് കൂടിയാൽ ഈ പൊസിഷൻ കിട്ടില്ല. സോ അതനുസരിച്ച് സീറ്റിൻ്റെ ഹൈറ്റ് നമ്മൾ റെഡിയാക്കണം. പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ കൈയുടെ മുട്ടും ഹിപ്പ് ജോയിൻറ്റും ഒരു ലൈനിലാവണം. അല്ലെങ്കിൽ ഷോൾഡർ മുമ്പിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകാൻ പാടില്ല. പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റും ഫോറാമും ഒരു ലൈനിലാവണം. സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടിയാൽ നമ്മുടെ ഫോറാം പൊങ്ങാൻ തുടങ്ങും. സോ ഈ റിലേഷൻ മെയിൻറ്റൈൻഡ് അല്ലെങ്കിൽ സ്ട്രെയിൻ വരും റിസ്റ്റിൽ. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ നെക്ക് സ്ട്രെയിറ്റ് ആവണം. നമ്മളുടെ ഫേസിൻ്റെ മിഡിൽ, മൂക്കും ചുണ്ടും ചിന്നും ബോഡിയുടെ മിഡിലും ഒരു ലൈനിലാവണം. അത് നമ്മൾ തിരിയാൻ പാടില്ല ഇങ്ങനെ അധികം. പിന്നെ നമ്മുടെ കണ്ണും സ്ക്രീനും ഒരു ലൈനിലാവണം. യൂഷ്വലി സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്താൽ നമുക്ക് ബാക്ക് പെയിനോ അല്ലെങ്കിൽ നെക്ക് പെയിൻ വരില്ല. ആസ് ഓൾവേസ് ഡു ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.